ഓ ഓ പോലീസ് മാഡം, ഇത്രയധികം ഭക്ഷണം കൊണ്ടുവരേണ്ട കാര്യം എന്താ? ആരോ മനപ്പുറം ഇവിടെ ഇരിക്കുന്ന ഭക്ഷണം എടുക്കാൻ പോവാൻ തോന്നുന്നു. എടക്കണാരാ ബഹദൂറ, വണ്ടി എടുക്ക് വേഗം വേഗം. എടാ എന്തിനാടാ വണ്ടി എടുക്കാൻ പറഞ്ഞ ഇങ്ങനെ എപ്പോഴും വാ പൊളിക്കുന്നേ? നിന്റെ ഈ ചെവി കേൾക്കാത്ത കാരണം ഞാൻ ആകെ പെട്ടിരിക്കുക. വാ 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 വാ. മണ്ടന്മാര് പോയി. എന്തൊരു കഷ്ടാ, നേരം വെളുത്തപ്പോ തന്നെ നമ്മളേരെ കളിപ്പിച്ചാണെന്ന് തോന്നുന്നു. വന്നേ വന്നേ വല്ലതും കഴിച്ചിട്ടാവാ ഇനി. അവരെ എങ്ങനെങ്കിലും തേടി കണ്ടുപിടിക്കണേ. പോലീസ് മാഡം, ആ തീറ്റക്കള്ളനെ പിടിക്കാൻ എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. ഏടാ ചെക്ക, പ്ലാനൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആദ്യം വല്ലതും കഴിക്കേ. അതെ മാഡം, ഈ ഭക്ഷണം മുഴുവൻ ആ തീറ്റക്കള്ളൻ കഴിക്കൂട്ടോ. കണ്ടില്ലേ എന്ത് മാന്യനാണെന്ന്. നന്ദിയും പറഞ്ഞ് കത്തൊക്കെ എഴുതിയിട്ടുണ്ട്. അവന് ഭക്ഷണം ഒരുപാട് ഇഷ്ടമായത്രേ. നോക്കൂ മാഡം. ഞാൻ സമ്മതിക്കില്ല. എന്റെ ഭക്ഷണം തിന്നിട്ട് പോയാ തീറ്റക്കള്ളനെ ഞാൻ വെറുതെ വിടില്ല. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും ഈ പോലീസിന്റെ തൊഴിയിൽ നിന്നും ഓന് രക്ഷയില്ല. എന്റെ അമ്മോ, എന്റെ കാല് പോയേ 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 പോയേ, എന്നെ രക്ഷിച്ചോ. ഇതെന്താ? എന്റെ ഓഫീസിൽ വന്ന് എന്റെ ടിഫിൻ തുറന്ന് എന്റെ ഭക്ഷണം എടുത്ത് കഴിച്ചോ? എന്റെ ഭക്ഷണം ഞാൻ പോലും മര്യാദയ്ക്ക് കഴിക്കാറില്ല. അപ്പൊ അവനെടുത്ത് കഴിച്ചിരിക്കുന്നു. കാശ് മരത്തിലൊന്നും ഉണ്ടാവൂലടാ. അനന്തരവാ, വേഗം പ്ലാൻ പറ. വേഗം ഒന്ന് പ്ലാൻ പറ അനന്തരവാ, പ്ലാൻ പറയേ. അപ്പോൾ കൂട്ടുകാരെ, ആരുടെ ഭക്ഷണമാണോ വളരെ ടേസ്റ്റിയും നല്ലതുമായിരിക്കുന്നത് അവർക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്പെഷ്യൽ ഡിഷുകൾ ഉണ്ടാക്കണം. നമ്മുടെ സ്പെഷ്യൽ ജഡ്ജ് മിസ്റ്റർ ഗോജി സിംഗ് എല്ലാവരുടെയും ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് വിധി നിർണയിക്കുന്നതാണ്. ആരുടെ ഭക്ഷണമാണ് നല്ലതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് പേടിയാണ്. അയ്യോ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. എന്റെ ഈ ചിന്തകളെയും അനന്തരവന്റെ കഴിവിനെയും തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. ഇതാണ് റോബോട്ടിക് മരം കൊത്തി. ഞാൻ ദേ ഈ പൂച്ചയുടെ ഫോട്ടോ അതിനകത്തേക്ക് ഫീഡ് ചെയ്തു. ഇതിനി പറന്നു പറഞ്ഞു ചെന്ന് എവിടൊക്കെ പൂച്ചേനെ കണ്ടാലും നമുക്ക് ആ സിഗ്നൽ തരും. മോനെ അനന്തരവാ, നിനക്കിനി മോണിറ്ററിലൂടെ കാണാൻ കഴിയും ആ മരം കൊത്തി എവിടാണെന്നും ആ പൂച്ച എവിടാണെന്നും. അത് ജീവനോടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അതിന് വല്ലതും പറ്റുമെന്ന് ചിന്തിക്കാൻ പോലും നിങ്ങളെ കൊണ്ട് എങ്ങനെ പറ്റും? വെറുതെ വിടില്ല എന്റെ പൂച്ച. മാമ, അങ്ങോട്ട് പോ. കിറ്റി അവിടെയുണ്ട്. ഹലോ കിറ്റി. ഹലോ, കം ഓൺ, ഇങ്ങോട്ട് വന്നേ. വാവാ പൂച്ചേ, ഗുഡ് ഗേള്. നമുക്ക് വീട്ടിൽ പോണ്ടേ? ഇതാ അമ്മാവനും അനന്തരവനും അല്ലേ? ഇവരെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ 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 അയ്യോ, പോലെ അവിടെ നിക്ക് പൂച്ചേ. ഓ മേഡം, അവിടെ ഭയങ്കര കരച്ചിലാന്ന്. അതെ നിക്കണേ, ഇവിടെ ഏതെങ്കിലും ഒരു പൂച്ചയെ നിങ്ങൾ കണ്ടായിരുന്നോ? ഞാനങ്ങനെ കണ്ടില്ല.
ഇതെന്തുട്ടാണപ്പാ കാലത്ത് തന്നെ പൂച്ചയെ കാണാണ്ടായിരിക്കാന്ന് വെച്ചാ? ഹലോ ബില്ല, രണ്ട, അക്കടോ പക്കടോ. ദേ ഒരു പോലീസുകാരി എല്ലാരോടും പൂച്ചയെ കണ്ടോ എന്ന് ചോദിക്കണ്ടായിരുന്നു. അവര് പൂച്ചയെ പിടിക്കാൻ ഇറങ്ങിയിരിക്കാൻ തോന്നുന്നു. നമ്മളെയും പിടിച്ചോണ്ട് പോ. അതിനു മുമ്പ് എന്തേലും ചെയ്യണം. എന്ത് ചെയ്യാനാ, കുറച്ചു നാളത്തേക്ക് നാട്ടിൽ നിന്ന് എങ്ങോട്ടേലും മാറി നിൽക്കാം. എല്ലാരും ബാ. അയ്യോ എന്റെ അമ്മേ, എടാ മാമ, എനിക്ക് തോന്നുന്നത് അയാള് നമ്മളെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ലെന്നാ. അതെ അനന്തരവ, അത് ചഡ്ഡ തന്നെ ആയിരിക്കും. Z+ ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഓണറാണ്. അയാൾക്ക് നമ്മളോട് അസൂയാണ്. ഇനി നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും അനന്തരവ? അതെ മാമ, എന്തായാലും നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കും. ഡാൻസ് കളിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. കം ഓൺ, ലെറ്റ്സ് ഡാൻസ് മാമ. ഇതാ വരുന്നു അടുത്ത ജോഡി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഫൈനൽ റൗണ്ടിൽ 2 ടീമാണ് വന്നിരിക്കുന്നത്. ആദ്യത്തേത് Z+ ഡിറ്റക്റ്റീവ് ഏജൻസി, പിന്നെ രണ്ടാമത്തേത് A1 ഡിറ്റക്റ്റീവ് ഏജൻസി. കൂട്ടുകാരെ, നമ്മളിപ്പോൾ ചായക്കും കടിക്ക് വേണ്ടി ഒരു ബ്രേക്ക് എടുക്കുകയാണ്. അതിനുശേഷം ഫൈനൽ റൗണ്ട് ആരംഭിക്കുന്നതാണ്. ഈ അമ്മാവൻ ഒടുക്കത്തെ ഡാൻസ് ആണല്ലോ. എന്തെങ്കിലും ഒരു ഉടായ്പ ഒപ്പിക്കണമല്ലോ. അപ്പോ കണ്ടില്ലേ മാമ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മാമൻ ജയിക്കുമെന്ന്. ഫൈനലിൽ എത്തിയില്ലേ, ഇനി ട്രോഫിയും മാമന് തന്നെ കിട്ടും. കണ്ടോണം. അതെ അമ്മാവാ, ഈ മ്യൂസിക്കിന്റെ CD അവിടെ വിട്ടിട്ട് വന്നോടോ. ഇത് കാണാതെ പോയാ പിന്നെ എങ്ങനെയാ ഡാൻസ് കളിക്കുന്നേ? ഓ, ഈ CD ഇതേ കാണാതായിരിക്കുന്നു. ഓയ്, അവനെ പിടിക്കേ. ഹെൽമെറ്റും വെച്ചോണ്ട് മിക്കവാറും ആ ചഡ്ഡ തന്നെ ആയിരിക്കും വന്നത്. മാമ, വേഗം പിടിക്കാം. വരൂ. അയാളെ എങ്ങനെങ്കിലും പിടിച്ചേ പറ്റൂ. CD ഇല്ലാതെ നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല. അയ്യോ മാമ, എന്തായി ചെയ്യുന്നേ? മാമ, വണ്ടി ഒന്ന് നിർത്ത്. അവര് മുന്നിലില്ല, അവരങ്ങോട്ട് പോയി. അയ്യോ, സോറി. ഒരു ആവേശത്തിൽ അറിയാതെ കറങ്ങി പോയതാ. എടാ അമ്മാവാ, അനന്തരവാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കള്ളനും പോലീസും കളിക്കുന്നത് ഇപ്പോഴും വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കുട്ടിക്കാലത്ത് കള്ളനും പോലീസും കളിക്കുമ്പോൾ ഞാൻ എപ്പോഴും ജയിക്കുമായിരുന്നു. വെറുതെ സംസാരിച്ച് സമയം കളയണ്ട. ആ വാതിലൂടെ നമുക്ക് അകത്തേക്ക് പോകാം. അയ്യോ, പടി പാളിയെടാ. എന്തെങ്കിലും തരണേ, ആരെങ്കിലും എന്തെങ്കിലും തരണേ. നിങ്ങൾ 1 രൂപ തന്നാൽ ദൈവം അത് 100 ആക്കി തിരിച്ചു തരും. 100 തന്നാൽ അത് 10,000 ആക്കി തിരിച്ചു തരും. പറ്റിച്ചടാ, നമ്മള് രണ്ടുപേരും പറ്റിച്ചടാ. അവന്മാരെ ഞാൻ എടാ അനന്തരവാ, അങ്കിൾ, ഇനി എങ്ങനെ വരും?
മറ്റു വഴികളൊന്നും ഇവിടെ ഇല്ലല്ലോ. എന്തിനാ വെറുതെ എനർജി കളയുന്നേ? ഞാൻ പോലീസ് മാഡത്തിനെ ഫോൺ ചെയ്ത് കഴിഞ്ഞു. മാഡം വരുന്നുണ്ട്. എടാ അനന്തരവാ, ചുമ്മാ ഉടായ്പ പറയല്ലേ. എന്റെ കോടികൾ വിലമതിപ്പുള്ള CD മര്യാദയ്ക്ക് തിരിച്ചതാ. അതാ നിനക്ക് നല്ലത്. ആ, ആ, ആ. എടാ ടോൾക്കി, ടോൾക്കി, ടോൾക്കി. ചീച്ചേ, ഇനി എനിക്ക് ഓടാൻ വയ്യ. എന്നെടുക്ക്. എടാ അനന്തരവാ, ആ ടെങ്ക ടോൾക്കിയെ ഞാനിന്ന് വെറുതെ വിടില്ല. എവിടെ അവന്മാര്? ദേ ഇപ്പൊ കാണിച്ചേരാ. ഓ, അനന്തരവൻ ദാ പോകുന്നു.